ഹായ് എവരി വൺ, ഞാൻ റഫീഖ സി ടി. വെൽക്കം ടു ലേൺ ടു സ്റ്റഡി. ഇന്ന് ഇൻഡക്ഷൻ ആൻഡ് ഡിഡക്ഷൻ അപ്രോച്ചിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇൻഡക്ഷൻ ആൻഡ് ഡിഡക്ഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്. ബിസിനസ് റിസർച്ച് മെത്തേഡ്സിലെ ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് തിയറി ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഈ തിയറി ബിൽഡിങ്ങിൽ രണ്ട് ടൈപ്പ് ഓഫ് തിയറി ബിൽഡിംഗ് ആണുള്ളത്. ഒന്ന് ഇൻഡക്ഷൻ തിയറി, രണ്ടാമത്തേത് ഡിഡക്ഷൻ തിയറി. അപ്പോൾ ഇൻഡക്ഷൻ അപ്രോച്ചും ഡിഡക്ഷൻ അപ്രോച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാംസിനൊക്കെ ഉറപ്പായിട്ടും ചോദിക്കുന്നൊരു ടോപ്പിക്കാണ് ഇത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാംസിന് മാത്രമല്ല, നമുക്ക് ജനറൽ ആയിട്ടുള്ള മറ്റ് എക്സാംസിനൊക്കെ, കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഡിഡക്ഷൻ അപ്രോച്ചിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇൻഡക്ഷൻ റിസർച്ച് ഓർ ഡിഡക്ഷൻ റിസർച്ച് അല്ലെങ്കിൽ ഇൻഡക്ഷൻ തിയറി ഓർ ഇൻഡക്റ്റീവ് തിയറിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇൻഡക്ഷൻ ആൻഡ് ഡിഡക്ഷൻ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇൻഡക്ഷൻ ആൻഡ് ഡിഡക്ഷൻ തിയറി എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ അപ്രോച്ചസ് ഓർ മെത്തേഡ്സ് ഓർ ടൈപ്സ് ഓഫ് തിയറി ബിൽഡിംഗ്. അപ്പോൾ മെയിൻലി ദർ ആർ ടു മെത്തേഡ്സ് ഓർ ടു ടൈപ്സ് ഓഫ് തിയറി ബിൽഡിംഗ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ഇൻഡക്ഷൻ തിയറി or induction approach and second one is deduction theory and deduction approach. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ഇൻഡക്ഷൻ തിയറി? അപ്പോൾ ഇൻഡക്ഷൻ തിയറി സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ISG. ഇത് പഠിക്കാനുള്ളൊരു സിമ്പിൾ കോഡാണ് ISG ഓർ IPG. അപ്പോൾ ISG ഹിയർ I എന്ന് പറയുന്നത് ഇൻഡക്ഷൻ, S എന്ന് പറയുന്നത് സ്പെസിഫിക് ആൻഡ് G എന്ന് പറയുന്നത് ഇവിടെ I ഇൻഡക്ഷൻ, P എന്ന് പറയുന്നത് പെർട്ടിക്കുലർ ആണ്, G എന്ന് പറയുന്നത് ജനറൽ. അതായത് സിംപ്ലി നമുക്ക് എങ്ങനെ പറയാം, ഇൻഡക്ഷൻ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഒരു സ്പെസിഫിക് കൺസെപ്റ്റിനെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കൺസെപ്റ്റിനെ ഒരു ജനറൽ കൺസെപ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഒരു ജനറൽ കൺസെപ്റ്റായിട്ട് മാറ്റുന്നതാണ് ഇൻഡക്ഷൻ തിയറി ഓർ ഇൻഡക്ഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്. സിംപ്ലി പറയണമെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ കൺസെപ്റ്റിനെ നമ്മൾ ജനറലൈസ് ചെയ്യുന്നതാണ് എന്ത്, ഇൻഡക്ഷൻ തിയറി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ ജനറൽ ഫോമിലേക്ക് മാറ്റുന്നതാണ് ഇൻഡക്റ്റീവ് തിയറി അല്ലെങ്കിൽ ഇൻഡക്ഷൻ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡക്ഷൻ തിയറിയിൽ രണ്ട് പ്രോസസ്സാണുള്ളത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ഒബ്സർവേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ജനറലൈസേഷൻ. അപ്പോൾ ഇവിടെ രണ്ട് പ്രോസസ്സാണ്. ഒന്നാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒബ്സർവേഷൻ. അപ്പോൾ ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഡിഫറെൻറ്റ് പാറ്റേൺസ് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് ഈ പാറ്റേൺസിനൊക്കെ അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്നും ഒരു ജനറൽ ഒരു കൺസെപ്റ്റ് നമ്മൾ അല്ലെങ്കിൽ ഒരു തിയറി ഫോർമുലേറ്റ് ചെയ്യുന്നതാണ് ഇൻഡക്ഷൻ തിയറി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Induction theory involves two processes, that is first one is observation and second one is generalization. ഒന്നാമത്തേത് ഒബ്സർവേഷൻ ആണ്, രണ്ടാമത്തേത് ജനറലൈസേഷൻ ആണ്. Then it is also known as inductive reasoning or logic. ഇതിന് നമുക്ക് inductive reasoning എന്ന് പറയാം. That is the inductive method consists of studying several individual cases and drawing a generalization. അപ്പോൾ നമ്മൾ ഒരുപാട് ഇൻഡിവിജ്വൽ കേസസ് പഠിച്ചതിന് ശേഷം അതിനെ അനലൈസ് ചെയ്തിട്ട് നമ്മളൊരു ജനറൽ കോൺസെപ്റ്റിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ജനറലൈസേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇൻഡക്റ്റീവ് അപ്രോച്ച് സിംപ്ലി മീൻസ് ദി ഇൻഡക്റ്റീവ് മെത്തേഡ് കൺസിസ്റ്റ് ഓഫ് സ്റ്റഡിയിങ് സെവറൽ ഇൻഡിവിജ്വൽ കേസസ് ആൻഡ് ഡ്രോയിങ് എ ജനറലൈസേഷൻ. ഓക്കെ, ദെൻ ഈ മെത്തേഡിൽ ഇൻവോൾവ് ചെയ്യുന്ന എന്താണ്, ദാറ്റ് ഈസ് ദിസ് method involves moving from a specific situation to a general conclusion. ഒരു സ്പെസിഫിക് സിറ്റുവേഷനിൽ നിന്ന്, അതായത് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ പൊതുവായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക്, ഒരു ജനറൽ കൺക്ലൂഷനിലേക്ക് അതിനെത്തിക്കുന്നതാണ് എന്ത്, ഇൻഡക്റ്റീവ് തിയറി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് ഈസ് എ വേ ഓഫ് തിയറി ബിൽഡിംഗ് whereby specific facts are used to create a theory that explains relationship between the facts and allows prediction of future knowledge. അപ്പം ഇൻഡക്റ്റീവ് തിയറിയിൽ നമ്മൾ ചെയ്യുന്നത് സ്പെസിഫിക് ഫാക്ട്സിനെ യൂസ് ചെയ്തിട്ട് നമ്മളൊരു തിയറീനെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ദാറ്റ് ഈസ് സ്പെസിഫിക് ഫാക്ട്സ് ആർ യൂസ്ഡ് എന്തിനു വേണ്ടിയിട്ടാണ്, ടു ക്രിയേറ്റ് എ തിയറി. ഒരു തിയറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ഫാക്ട്സ് യൂസ് ചെയ്യുന്നു. ദാറ്റ് എക്സ്പ്ലെയിൻസ്, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്, ദാറ്റ് ഈസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഫാക്ട്സ്. അപ്പോൾ
ഫാക്ട്സുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അത് എന്ത് ചെയ്യുന്നത്, സ്റ്റഡി ചെയ്യുന്നത് അല്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഓൾസോ അലൗസ് പ്രെഡിക്ഷൻ ഓഫ് ഫ്യൂച്ചർ നോളജ്. ഫ്യൂച്ചർ നോളജ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ദെൻ ദിസ് മെത്തേഡ് ഈസ് മോർ ഓപ്പൺ എൻഡഡ് ആൻഡ് എക്സ്പ്ലോറേറ്ററി. ഈ മെത്തേഡ് കൂടുതൽ ഓപ്പൺ എൻഡഡ് ആയിട്ടാണ് വരുന്നത്, അതേപോലെ തന്നെ ഒരു എക്സ്പ്ലോറേറ്ററി മോഡലിലാണ് വരുന്നത്. എക്സ്പ്ലോറേറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. ഒരു പുതിയ കാര്യത്തിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് പുതിയ നോളജ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതാണ് എക്സ്പ്ലോറേറ്ററി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിംപ്ലി ഇൻഡക്റ്റീവ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ ജനറൽ കോൺസെപ്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ജനറൽ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇൻഡക്റ്റീവ് തിയറി യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ച് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു കോഡാണ് ISG ഓർ IPG എന്ന് പറയുന്നത്. ദെൻ ഇൻഡക്റ്റീവ് തിയറിയിൽ 2 പ്രോസസ്സാണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്, ഒബ്സർവേഷനും ജനറലൈസേഷനും. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് എ മൂവ്മെന്റ് ഓഫ് നോളജ് ഫ്രം പെർട്ടിക്കുലർ ടു ജനറൽ. ഒരു പെർട്ടിക്കുലർ തിയറിയിൽ നിന്ന് ഒരു ജനറൽ കോൺസെപ്റ്റിലേക്ക് മൂവ് ചെയ്യണ ഒരു നോളജിനെ മൂവ് ചെയ്യണതാണ് എന്ത്, ഇൻഡക്റ്റീവ് തിയറി എന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ വേറെ ഫീച്ചേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡക്റ്റീവ് തിയറി എന്താണ്, ഒരു ക്വാളിറ്റേറ്റീവ് ഇൻ നേച്ചറാണ്. ഇൻഡക്റ്റീവ് തിയറി എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ഇൻ നേച്ചറാണ്. അതേപോലെ തന്നെ ഒരു ജനറലൈസേഷൻ ഫ്രം എ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. ഒരുപാട് ഒബ്സർവേഷനിൽ നിന്ന് നമ്മളൊരു കോൺസെപ്റ്റിനെ ജനറലൈസ് ചെയ്തെടുക്കുന്നതാണ് ഇൻഡക്റ്റീവ് തിയറി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇത് ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്. ഇറ്റ് ഈസ് എ മൂവ്മെന്റ് ഓഫ് നോളജ് ഫ്രം പെർട്ടിക്കുലർ ടു ജനറൽ ആൻഡ് ഇറ്റ് ഈസ് എ ബോട്ടം അപ്പ് അപ്രോച്ച്. ദെൻ ഇത് നമുക്ക് പുതിയ നോളജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ പ്രൊബബിൾ ആണ്, അതേപോലെ തന്നെ സബ്ജക്റ്റീവും ആണ്. ഓക്കെ, സോ അതാണ് സിംപ്ലി ഇൻഡക്ഷൻ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കാം നെക്സ്റ്റ് നമുക്ക്. ഇൻ ഇൻഡക്റ്റീവ് അപ്രോച്ച് തിയറി ഈസ് ദി ഔട്ട്കം ഓഫ് റിസർച്ച്. അപ്പോൾ ഇൻഡക്റ്റീവ് അപ്രോച്ചിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് എന്താണ്, തിയറി ആണ്. ഓക്കെ, ദി പ്രോസസ് ക്യാൻ ബി സിംപ്ലി ഔട്ട്ലൈൻഡ് ആസ് ഒബ്സർവേഷൻ. ഫസ്റ്റ് നമുക്ക് ഒബ്സർവേഷൻ കിട്ടും, ദെൻ അതിൽ നമ്മൾ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫൈൻഡിങ്സ് ഉണ്ടാവും, അതിൽ നിന്ന് നമ്മളൊരു തിയറി ഫോർമുലേറ്റ് ചെയ്യാണ്. ദെൻ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് തിയറിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇത്. ദാറ്റ് ഈസ് ഫസ്റ്റ് നമുക്ക് ഒബ്സർവേഷൻ ആണ് ഉണ്ടാവുക. ഡിഫറെൻറ്റ് പാറ്റേൺസ് നമ്മൾ ഒബ്സർവേഷനിലൂടെ നമ്മൾ ഡിഫറെൻറ്റ് പാറ്റേൺസ് കണ്ടെത്തും. ഈ പാറ്റേൺസിനൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഒരു ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യും. ദെൻ അതിൽ നിന്ന് നമ്മളൊരു തിയറി ഫോർമുലേറ്റ് ചെയ്യും. അപ്പോൾ ഇത് ഒബ്സർവേഷനിൽ നിന്നും തിയറിയിലേക്ക് പോകണോണ്ടാണ് ഇതിനെ ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് നമ്മളുടെ കയ്യിൽ ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ ഒരു ബാഗ് നിറയെ കോയിൻസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ കോയിൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു, ആ ബാഗിൽ നിന്ന് ഒരു കോയിൻ അല്ലെങ്കിൽ ആ കണ്ടെയ്നറിൽ നിന്ന് നമ്മൾ ഒരു കോയിൻ എടുത്തു. സപ്പോസ് ആ കോയിൻ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ആ കണ്ടെയ്നറിൽ നിന്ന് അല്ലെങ്കിൽ ആ ബാഗിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഒരു കോയിൻ എടുത്തു. ആ കോയിൻ ഒരു 10 രൂപൻ്റെ കോയിൻ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, 10 രൂപൻ്റെ കോയിൻ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഒന്നാമത്തെ ഒബ്സർവേഷൻ കിട്ടി, എന്ത്, 10 രൂപൻ്റെ ഒരു കോയിന് നമുക്ക് ഒന്നാമത്തെ ഒബ്സർവേഷനായിട്ട് കിട്ടി. ദെൻ വീണ്ടും നമ്മളൊരു കോയിൻ എടുക്കുകയാണ്. അപ്പോൾ അതും എന്താണ്, 10 രൂപൻ്റെ ഒരു കോയിനാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് ലഭിച്ചത് 10 രൂപൻ്റെ ഒരു കോയിനാണ്. അപ്പം നമുക്ക് രണ്ടാമത്തെ ഒബ്സർവേഷൻ കിട്ടി. ദെൻ വീണ്ടും നമ്മൾ ഒന്നും കൂടെ ആ ബാഗിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് നമ്മൾ ഒന്നും കൂടെ ഒരു കോയിൻ എടുക്കുകയാണ്. അപ്പോൾ ആ കോയിനും 10 രൂപൻ്റെ കോയിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ഒബ്സർവേഷനാണ് അവിടെ ലഭിച്ചത്. അതായത് ഫസ്റ്റ് നമ്മളൊരു കോയിൻ എടുത്തു, അത് 10 രൂപൻ്റെ കോയിനായിരുന്നു. ദെൻ രണ്ടാമത് നമ്മളൊരു കോയിൻ എടുത്തു, അതും 10 രൂപൻ്റെ കോയിനാണ്. ദെൻ മൂന്നാമത് വീണ്ടും നമ്മളൊരു കോയിൻ എടുക്കണു, അതും 10 രൂപൻ്റെ കോയിനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 3 ഒബ്സർവേഷനാണ് ലഭിച്ചത്. ആ ഒബ്സർവേഷൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, അത് 3ഉം 10 രൂപൻ്റെ കോയിൻസ് ആയിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ അതിനെ അനലൈസ് ചെയ്തിട്ട് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തും, ഒരു ഹൈപ്പോത്തിസിലേക്ക് എത്തും. എന്ത്, ദാറ്റ് ഈസ് ആ ബാഗ് അല്ലെങ്കിൽ ആ കണ്ടെയ്നർ നിറയെ എന്താണ്, 10 റുപ്പീസിൻ്റെ കോയിനാണ്. അപ്പോൾ അവിടെ നമുക്ക് പുതിയൊരു തിയറി കിട്ടുകയാണ്, എന്ത്, ആ ബാഗ് നിറയെ 10 രൂപൻ്റെ കോയിനാണെന്നുള്ളൊരു അസംഷനിലേക്ക് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുകയാണ്. സോ അതാണ് എന്തെന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഇൻഡക്റ്റീവ് തിയറി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ പാറ്റേൺ നോക്കി നോക്കൂ, ഒരുപാട് ഫിഗേഴ്സ് ഇതിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 1, 10, ദെൻ 20, 30, 40. ദെൻ നമുക്ക് നെക്സ്റ്റ് നമ്പർ എത്രയാണെന്നുള്ളത് അറിയില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ 10, 20, 30, 40. അപ്പോൾ ഇതിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ 10ൻ്റെ കൂടെ +10 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്പർ കിട്ടുന്നു 20.
ദെൻ 20ൻ്റെ കൂടെ വീണ്ടും +10 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്പർ 30 കിട്ടുന്നു. ദെൻ അതിൻ്റെ കൂടെ വീണ്ടും +10 ആഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് നമ്പർ 40 കിട്ടുന്നു. അപ്പോൾ ഇത് 3 ഒബ്സർവേഷനാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് എന്താണ്, ദാറ്റ് ഈസ് നമ്മളൊരു കൺക്ലൂഷനിൽ എത്തുന്നത് വീണ്ടും ഈ 40ൻ്റെ കൂടെ വീണ്ടും +10 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്ത് കിട്ടും, 50 കിട്ടും. അപ്പോൾ നെക്സ്റ്റ് നമ്പർ അല്ലെങ്കിൽ ഫിഗർ എന്ന് പറയുന്നത് എന്താണ്, 50 ആണ്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് പാറ്റേണിൽ നിന്ന് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ഒബ്സർവേഷനിൽ നിന്ന് നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതാണ്, ഒരു ജനറൽ കൺസെപ്റ്റിലേക്ക് എത്തുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഇൻഡക്ഷൻ തിയറി അല്ലെങ്കിൽ ഇൻഡക്ഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡക്ഷൻ അപ്രോച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ഈസ് ഡിഡക്ഷൻ തിയറി. ഇൻഡക്ഷൻ തിയറിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഡിഡക്ഷൻ തിയറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിഡക്ഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡിഡക്ഷൻ അപ്രോച്ച് നമുക്ക് ഈസി ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റിയൊരു ഷോർട്ട് ഫോം ആണ് എന്ത്, DGP എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡിഡക്ഷൻ വിച്ച് ഇൻഡിക്കേറ്റ് ജനറൽ ടു പെർട്ടിക്കുലർ. അപ്പോൾ ഡിഡക്ഷൻ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിഡക്ഷൻ ഫോളോസ് ആൻ അപ്രോച്ച് വിച്ച് ഈസ് ടോപ്പ് ഡൗൺ. അപ്പോൾ ടോപ്പിൽ നിന്നും ഡൗണിലേക്ക്, അതായത് മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ഒരു അപ്രോച്ചാണ് ഡിഡക്ഷൻ തിയറി എന്ന് പറയുന്നത്. ഇൻഡക്ഷൻ ആണെന്നുണ്ടെങ്കിലോ ബോട്ടം അപ്പ് അപ്രോച്ചാണ്, താഴത്തുനിന്ന് മുകളിലേക്ക് പോകുന്നതാണ്. അതായത് ഒബ്സർവേഷനിൽ നിന്ന് തിയറിയിലേക്ക് പോണതാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഡിഡക്ഷൻ എന്ന് പറയുന്നത് തിയറിയിൽ നിന്ന് ഒരു ഒബ്സർവേഷനിലേക്ക് വരുന്നതാണ് ഡിഡക്ഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അതുകൊണ്ടാണ് അതിനെ ടോപ്പ് ഡൗൺ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡിഡക്ഷൻ തിയറി സിംപ്ലി മീൻസ് ദാറ്റ് ഈസ് എന്താണ്, ഒരു കോൺസെപ്റ്റിനെ നമ്മൾ ജനറലിൽ നിന്ന് സ്പെസിഫിക്കിലേക്ക് കൊണ്ടുവരുന്നതാണ് ഡിഡക്ഷൻ തിയറി. ദാറ്റ് ഈസ് ഡിഡക്ഷൻ ഫോളോസ് ആൻ അപ്രോച്ച് വിച്ച് ഈസ് ടോപ്പ് ഡൗൺ. അപ്പോൾ ടോപ്പ് ഡൗൺ ആണ് ഡിഡക്ഷൻ ഫോളോ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫ്രം ജനറൽ ടു സ്പെസിഫിക് ആണ്. ജനറൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ സ്പെസിഫിക് ആയിട്ടുള്ള ഫോമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഡിഡക്ഷൻ അപ്രോച്ചിൽ അല്ലെങ്കിൽ ഡിഡക്ഷൻ തിയറിയിൽ വരുന്നത്. അതായത് ജനറലിനെ പെർട്ടിക്കുലറിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഇൻ ഡിഡക്ഷൻ വി സ്റ്റാർട്ട് ഫ്രം എ തിയറി. ഡിഡക്ഷനിൽ നമ്മൾ തിയറിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആൻഡ് ട്രൈ ടു പ്രൂവ് ഇറ്റ് റൈറ്റ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് അവൈലബിൾ ഇൻഫോർമേഷൻ. തന്നിട്ടുള്ള ഇൻഫോർമേഷനെ വെച്ചിട്ട് നമ്മൾ ആ തിയറി റൈറ്റ് ആണ്, അത് ശരിയാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യുന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡിഡക്ഷൻ തിയറി. ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇൻഡക്ഷൻ തിയറിൻ്റെ അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് അപ്രോച്ചിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഡിഡക്ഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇൻഡക്റ്റീവ് അപ്രോച്ച് നമ്മൾ ഒരു പെർട്ടിക്കുലർ കൺസെപ്റ്റിനെ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് കൺസെപ്റ്റിനെ ജനറലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഡിഡക്ഷൻ അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു ജനറൽ കോൺസെപ്റ്റിനെ സ്പെസിഫിക് കോൺസെപ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇൻഡക്ഷൻ തിയറിയിൽ നമ്മൾ ഒബ്സർവേഷനിൽ നിന്ന് ഒരു തിയറി ഫോം ചെയ്യും. ബട്ട് ഡിഡക്ഷൻ തിയറിയിൽ അല്ലെങ്കിൽ ഡിഡക്ഷൻ അപ്രോച്ചിൽ നമ്മളൊരു തിയറിനെ പ്രൂവ് ചെയ്യാനെന്ത്, ഒരു പെർട്ടിക്കുലർ കൺസെപ്റ്റിലേക്ക് അതിനെ പ്രൂവ് ചെയ്യുന്നതാണ് ഡിഡക്ഷൻ തിയറി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. In deduction approach, we start from a theory and try to prove it right with the help of available information. Then it is movement of knowledge from general to particular. അപ്പോൾ നമ്മളുടെ നോളജ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ജനറൽ ടു പെർട്ടിക്കുലർ ആണ്. ദാറ്റ് ഈസ് ഫ്രം എ ജനറൽ റൂൾ ടു എ പെർട്ടിക്കുലർ കേസ്. ഒരു ജനറൽ അതായത് ഒരു ജനറൽ റൂളിനെ നമ്മളൊരു പെർട്ടിക്കുലർ കേസിലേക്ക് കൊണ്ടുവരുന്നതാണ് ഡിഡക്ഷൻ തിയറി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് റീച്ചിങ് എ കൺക്ലൂഷൻ that is guaranteed to follow if the evidence provided is true and the reasoning used to reach the conclusion is correct. Okay, അപ്പോൾ ഇവിടെ നമുക്ക് വരുന്ന ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആണ്. ദാറ്റ് ഈസ് പ്രോസസ് ആണ്. ദി പ്രോസസ് ഓഫ് ഡിഡക്ഷൻ ഈസ് ഔട്ട്ലൈൻഡ് ആസ് തിയറിയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോകണു, ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഫൈൻഡിങ്സിലേക്ക് പോകണം. ഇപ്പോൾ ഇൻഡക്റ്റീവ് അപ്രോച്ച് ആണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ആണ്, ഒബ്സർവേഷനിൽ നിന്ന് നമ്മൾ തിയറിയിലേക്കാണ് വരുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ ഒരു പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഡിഡക്റ്റീവ് റീസണിങ് വർക്ക്സ് ഫ്രം ജനറൽ ടു പെർട്ടിക്കുലർ ആണ്. ദാറ്റ് ഈസ് കോൾഡ് എ ടോപ്പ് ഡൗൺ അപ്രോച്ച്. ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണത്. അപ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്, നമ്മളൊരു തിയറിയിൽ നിന്നും നമ്മൾ എന്തിലേക്ക് വരികയാണ്, ഒരു ഒബ്സർവേഷനിലേക്ക് വരികയാണ്. എന്നിട്ട് ആ ഒബ്സർവേഷന് നമ്മൾ പ്രൂവ് ചെയ്യാണ്, കൺഫേം ചെയ്യാണ്. ദാറ്റ് ഈസ് അത് കറക്റ്റ് ആണ് എന്നുള്ളത് കൺഫേം ചെയ്യാണ്. ഓക്കെ, ദെൻ നമുക്ക് ഇത് ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. ഫോർ എക്സാമ്പിൾ, ഓൾ മെൻ ആർ മോർട്ടൽ. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു തിയറി, ഇതാണ് തിയറി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എന്താണ് തിയറി, ഓൾ മെൻ ആർ മോർട്ടൽ. എല്ലാ മനുഷ്യരും, അതായത് എല്ലാ മെൻസും മോർട്ടലാണ്, നമ്മളെല്ലാവരും മരിച്ചു പോകും. ഓക്കെ, അപ്പോൾ ഓൾ മെൻ ആർ മോർട്ടൽ എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ഇതൊരു തിയറിയാണ്. അപ്പോൾ അവിടെ ഒരു ഒബ്സർവേഷൻ വന്നു, എന്ത്, വിവേക് ഈസ് എ മാൻ.
വിവേക് എന്ന് പറയുന്നത് ഒരു മാൻ ആണ്. സോ നമ്മൾ എന്ത് കൺക്ലൂഡ് ചെയ്യാണ്? ദാറ്റ് ഈസ് വിവേക് ഈസ് മോർട്ടൽ. അപ്പോൾ വിവേക് മോർട്ടൽ ആണ് എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള തിയറിയാണ് എന്ത്? ഓൾ മെൻ ആർ മോർട്ടൽ എന്ന് പറയുന്നത്. സ്പെസിഫിക് കൺക്ലൂഷനിലേക്ക് വരികയാണ് എന്ത്? ദെർഫോർ വിവേക് ഈസ് മോർട്ടൽ. ഓക്കെ, ദെൻ വേറൊരു എക്സാമ്പിൾ നോക്കാം. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് തിയറി എന്ന് പറയുന്നത് ഇതാണ് തിയറി. അപ്പോൾ തിയറി എന്താണ്? ഓൾ സ്റ്റുഡൻസ് ഇൻ ദിസ് ക്ലാസ് പ്ലേ ഗിറ്റാർ. അപ്പോൾ ഈ ക്ലാസ്സിലുള്ള എല്ലാ സ്റ്റുഡൻസും എന്ത് പ്ലേ ചെയ്യുന്ന ആൾക്കാരാണ്? ഗിറ്റാർ പ്ലേ ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഗിറ്റാർ പ്ലേ ചെയ്യുന്നവരാണ്. ഓക്കെ, ദെൻ രാഹുൽ ഈസ് എ സ്റ്റുഡൻറ് ഓഫ് ദിസ് ക്ലാസ്. അപ്പോൾ ഇത് ഒബ്സർവേഷൻ ആണ്. എന്ത്? രാഹുൽ ഈസ് എ സ്റ്റുഡൻറ് ഓഫ് ദിസ് ക്ലാസ്. രാഹുൽ ഈ ക്ലാസ്സിലെ ഒരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താം. എന്ത്? ദെർഫോർ രാഹുൽ പ്ലേസ് ഗിറ്റാർ. അതുകൊണ്ട് രാഹുൽ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഗിറ്റാർ പ്ലേ ചെയ്യുന്നുണ്ട്. കാരണം എന്താ? ആ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും ഗിറ്റാർ വായിക്കാൻ അറിയാം. രാഹുൽ ആ ക്ലാസ്സിലുള്ളൊരു കുട്ടിയാണ്. ഓക്കെ, അപ്പോൾ രാഹുലിന് എന്താ അറിയാം? ഗിറ്റാർ വായിക്കാൻ അറിയാം. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്? ഡിഡക്ഷൻ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞു ഡിഡക്ഷൻ തിയറി എന്ന് പറയുന്നത് ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്. ഇത് ഡിഡക്ഷൻ തിയറി ബോത്ത് ക്വാളിറ്റേറ്റീവും ആണ്, അതോടൊപ്പം തന്നെ എന്താണ്? ക്വാണ്ടിറ്റേറ്റീവും ആണ്. ഇൻഡക്ഷൻ തിയറി ക്വാളിറ്റേറ്റീവ് ആണ്, ഡിഡക്ഷൻ തിയറി ക്വാണ്ടിറ്റേറ്റീവ് ആണ്, ക്വാളിറ്റേറ്റീവ് ആണ്. ഓക്കെ, ഇനി ഡിഡക്ഷൻ തിയറിയിൽ നമുക്ക് വേറൊരു ഡിഫറൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഡിഡക്ഷൻ തിയറിയിൽ നമുക്ക് പുതിയ നോളജ് ഒന്നും ലഭിക്കില്ല. നോ ന്യൂ നോളജ്. ഇപ്പോൾ ഇൻഡക്റ്റീവ് തിയറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ നോളജ് കിട്ടും. ബട്ട് ഡിഡക്ഷൻ തിയറിയിൽ നമുക്ക് പുതിയ നോളജ് ഒന്നും കിട്ടൂല. പക്ഷേ നമുക്ക് ഡെഫിനിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടുക. പക്ഷേ ഇൻഡക്റ്റീവിൽ നമുക്ക് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടിക്കൊള്ളണം എന്നില്ല. ഓക്കെ, ദെൻ ഇവിടെ എന്താണ്? ആർഗ്യുമെന്റ്സിന് വാലിഡ് ആവാം അല്ലെങ്കിൽ ഇൻവാലിഡ് ആവാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഡിഡക്ഷൻ തിയറി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.